അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പായില്ലെന്ന് സർക്കാർ കോടതിയിൽ. ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിന് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട മകൾ ആശ ലോറൻസാണ് കോടതിയെ സമീപിച്ചത്. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുന്നുണ്ട്. ഷപ്ന, ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ തർക്കം പരിഹരിക്കാൻ പോലും ഒരു മധ്യസ്ഥനെ നിയോഗിച്ചത്. ഒരു മൃതദേഹത്തോടുള്ള അനാദരവ് അത് കഴിഞ്ഞ സിറ്റിംഗിൽ കോടതി പോലും ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്നിപ്പോൾ എന്താണ് സർക്കാർ കോടതിയെ അറിയിച്ചത്? അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് നൽകുന്നതിനെതിരെയായിരുന്നു പെൺമക്കൾ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യം ഒരു മകൾ, അതായത് ആശ ലോറൻസ് ആണ് കോടതിയെ സമീപിച്ച് കോടതി പക്ഷേ ഇത് പഠനാവശ്യത്തിന് നൽകാൻ മെഡിക്കൽ ബോർഡിനോട് തീരുമാനമെടുക്കാനും ഇത് സംബന്ധിച്ച് ബോർഡ് രൂപീകരിച്ച് ഈ മക്കളുടെ അടക്കം ഭാഗം കേട്ടതിനു ശേഷം അതിൽ തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ തീരുമാനമെടുത്തത് പഠനാവശ്യത്തിന് നൽകാം എന്നതായിരുന്നു. എന്നാൽ ആ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം തെറ്റാണ്, തങ്ങളുടെ ഭാഗം കൃത്യമായി കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മകൾ വീണ്ടും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ വിഷയം എത്തിയതിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്നത് ഇത് മൃതദേഹത്തോടുള്ള അനാദരവാണ്, കുടുംബ തർക്കമാണ്, കുടുംബ പ്രശ്നങ്ങൾ അത് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കൂ എന്ന് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഒരു അഭിഭാഷകനെ മധ്യസ്ഥനായി നിയമിക്കുകയും ചെയ്തു. മധ്യസ്ഥനെ നിയമിച്ചതിന് ശേഷം ഇതിൽ തീരുമാനമെടുത്ത് അറിയിക്കണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുന്ന വേളയിൽ മധ്യസ്ഥനായി നിയമിച്ച അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് ഇതിൽ തീരുമാനമായിട്ടില്ല, മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമായില്ല എന്നാണ്. തുടർന്നാണ് ഹർജി പിന്നീട് പരിഗണിക്കാൻ, അതായത് വ്യാഴാഴ്ച പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുള്ളത്. മധ്യസ്ഥ ചർച്ചയിലൂടെ തന്നെ ഈ വിഷയം പരിഹരിക്കണം എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. ശരി ഷപ്ന.